നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യാം. ഹായ് ഓൾ. യെസ്. സോ ഇന്ന് നമ്മളെ ലാസ്റ്റ് ഡേ ആണ്, അതായത് നമ്മൾ ഓൺലൈൻ തേർഡ് ബാച്ചിലെ ലാസ്റ്റ് ഡേ ആണ്. സോ നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കണ്ടില്ലേ ക്ലിയർ ആയിട്ട് അല്ലേ? എനിക്ക് കേൾക്കാം. ഓക്കെ. സോ ഈ ബാച്ചിൽ 4 പേരാണ് ഉണ്ടായത്. സോ ഇതിലെല്ലാവരുടെയും എക്സ്പീരിയൻസ്, അതായത് നിങ്ങൾക്ക് എന്താ പറയുക, ഈ 1.5-2 മാസത്തോളം നമ്മളെ കൂടെ ഉണ്ടായ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് ആനന്ദ്, എങ്ങനെ ഉണ്ടായി എന്താ പറയുക ഈ 2 മാസത്തെ ജേർണി? ക്ലാസ് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞ എന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഭയങ്കര ബിസി ആയിട്ടുള്ള സമയമായിരുന്നു. പക്ഷെ ലോസ് എനിക്ക് ജോയിൻ ചെയ്തതിനു ശേഷം ലോസ് ഭയങ്കരമായിട്ട്, അതായത് വന്നിട്ടില്ല ലോസ്. സത്യം പറഞ്ഞ കാര്യം പറഞ്ഞാൽ എന്റെ ഇമോഷണൽ കൺട്രോൾ നല്ലപോലെ വന്നു. പിന്നെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ക്ഷമയൊക്കെ വന്നു സംഭവം മാർക്കറ്റിൽ നിൽക്കാൻ വേണ്ടി. പണ്ടൊക്കെ ഞാൻ ഡെയിലി എനിക്ക് ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കൈ വിറയ്ക്കുമായിരുന്നു. അപ്പൊ അതിനേഷം അതൊക്കെ മാറി. പിന്നെ ഹരിച്ചേട്ടന്റെ എനിക്ക് ഫ്രണ്ട് ലൈന് സത്യം പറയാൻ എന്താണെന്ന് അറിഞ്ഞുകൂടിയിരുന്നു. ഹരിച്ചേട്ടൻ ഫ്രണ്ട് ലൈനും കാര്യങ്ങളൊക്കെ ബേസിക്സ് ഒക്കെ ഹരിച്ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്ട്രാറ്റജി ചെന്നുപോയി രണ്ടും VWAP ആണെങ്കിൽ സത്യം പറഞ്ഞ ഞാൻ പേഴ്സണലായിട്ട് ഫോളോ ചെയ്യുന്നത് ചാനൽ ബ്രേക്ക് ഔട്ടിനെക്കാളും VWAP സ്ട്രാറ്റജി ഇല്ലേ ഫസ്റ്റ്. പിന്നെ അത് എനിക്ക് സമയം ഒട്ടും എനിക്ക് അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതറിയല്ല. പക്ഷെ താങ്ക് യു സോ മച്ച്. ഇപ്പൊ സ്വന്തമായിട്ട് സ്റ്റോക്ക് ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ടോ? എന്താണ് ഈ 2 മാസത്തെ ജേർണിയിൽ? ഞാൻ ഇപ്പൊ നിഫ്റ്റി കുറച്ച് ലെവൽസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എടുത്ത ചാട്ടം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചുമ്മാ ഒന്ന് കയറി എടുക്കുന്നതിനെക്കാട്ടി നല്ലത് ആ ഒരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എപ്പോഴും എൻട്രി ചെയ്തുകൂടാന്നുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ എനിവേ ഹലോ അജിത് ഭായ്, ഹലോ എന്റെ ഓന് കട്ട് പോയ എനിക്ക്. ഹലോ അജിത് ഭായ് ജോയിൻ ചെയ്തിട്ടില്ലെന്നാ തോന്നുന്നത്. ഭൃഗുവിന്റെ ഒന്നും റിപ്ലൈ ഇല്ലല്ലോ. ഭൃഗു ലൈനിലുണ്ടോ? ഭൃഗു എന്താണ് എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഹരിഭായിയുടെ ബേസിക്സ് ആക്ച്വലി അത് തറാവുകയാണെങ്കിൽ അതിനകത്ത് തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ പാറ്റേൺസും എന്താണ് പാറ്റേൺസ് ഉണ്ടല്ലോ, അത് പിന്നെ ലാസ്റ്റ് ഹാർമോണി പാറ്റേൺസ്. പക്ഷെ അതിലേക്കൊക്കെ എക്സ്പെർട്ടൈസ് ആവണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 to 6 months എങ്കിലും നമ്മൾ അതിനു വേണ്ടിയിട്ട് തന്നെ ടൈം സ്പെൻഡ് ചെയ്താലേ, ഒരു പേഷ്യൻസ് കാണിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ പഠിച്ച സ്ട്രാറ്റജീസിൽ വാച്ച് ചെയ്യാൻ മാത്രമേ എനിക്കിപ്പോ പറ്റുന്നുള്ളൂ. കാരണം എനിക്ക് ക്യാപിറ്റൽ ഊസ് ഔട്ട് ആയി പോയത് കൊണ്ട് എനിക്ക് ഇപ്പം ബിസിനസ്, എന്റെ പേഴ്സണൽ ബിസിനസ്സിൽ കുറെ ക്രൈസിസ് ഒക്കെ ഉള്ളതുകൊണ്ട് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ കടമെടുത്ത് നമുക്ക് ട്രേഡ് ചെയ്യുന്നത് ഒട്ടും അഡ്വൈസബിൾ അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി വാച്ച് ചെയ്യാൻ എനിക്ക് പറ്റുന്നുള്ളൂ. പിന്നെ എനിക്ക് അജ്മൽ ഭായിയുടെ ഈ രാവിലെ മോർണിംഗ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്റ്റോക്ക് സെലക്ഷൻ എന്ന് പറയുന്ന അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ എനിക്ക് ഭയങ്കര
അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നേരത്തെ പൊതുവെ റാൻഡംലി സ്റ്റോക്ക് പിക്ക് ആയിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ കോൾ കാണുമ്പോഴത്തേക്കും അങ്ങ് സ്റ്റോക്ക് എടുക്കുന്ന ഒരു രീതി അങ്ങ് മാറി. ഇപ്പം നമുക്ക് സ്റ്റോക്ക് സെലക്ഷൻ കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം രാവിലെ തന്നെ നമ്മള് ഗ്ലോബൽ മാർക്കറ്റ് ബേസ് ചെയ്തിട്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ലോങ് പോണോ അല്ലെങ്കിൽ ഷോർട്ട് പോണോ എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് അത് എന്റെ ഒരു പ്രോബ്ലം ആണ്. കാര്യം എനിക്ക് ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്ട്രാറ്റജി ഇപ്പം ആ ടൂൾസ് യൂസ് ചെയ്യണേ ഒന്ന് പ്രോ വെർഷൻ യൂസ് ചെയ്യണം. പ്ലസ് എനിക്ക് ക്യാപിറ്റൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആക്ച്വലി ട്രേഡ് അത് ട്രൈ ഔട്ട് ചെയ്യാൻ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ആസ് പെർ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് എന്തുണ്ട് ആ ഒരു പ്രോബ്ലംസ് ക്ലിയർ ആക്കി കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് തുടങ്ങാനാണ് ബെറ്റർ അല്ലേ. സോ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. സോ ആ ഫിനാൻഷ്യൽ പ്രോബ്ലം കഴിഞ്ഞിട്ട് സാവകാശം, അതായത് നമുക്ക് റിസ്ക് എടുക്കാൻ അല്ല ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്നു, അറ്റ് ദ മണി ടൂൾസ് ഒക്കെ നമുക്ക് അത് ഭയങ്കര ഗുണകരമാകുന്ന സംഭവങ്ങൾ തന്നെയാണ്. നമ്മൾ ഏത് സ്പോട്ടിൽ ഏത് സ്ട്രൈക്ക് എടുക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും ആക്ച്വലി. പക്ഷെ എന്റെ ഒരു ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്റെ ബേസിക് ബിസിനസിന് വേണ്ടിയിട്ട് ഇപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് പഠിച്ച് പേപ്പർ ട്രേഡ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് ഇല്ല. അതാണ് ഒരു പ്രശ്നം. ഞാൻ ഓൾറെഡി പറയുന്നുണ്ട്, നമുക്ക് ഞാൻ ഓൾറെഡി ഇങ്ങോട്ട് എല്ലാവരുടെയും പറയുന്നുണ്ട്, പ്രാക്ടീസ് വേണം, പേഷ്യൻസ് വേണം. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്. കാരണം ഇപ്പം ബേസിക്കലി നമ്മൾ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ ട്രെൻഡ് ലൈൻ വരച്ച് ഈ പറയുന്ന നമ്മള് വളരെ ബേസിക് ആയിട്ടുള്ള സംഭവത്തിൽ പോലും അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മൊമെന്റ് വന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പിന്നെ നമ്മുടെ സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡോടെ യൂസ് ചെയ്താൽ അത് മതി ട്രേഡ് ചെയ്യാൻ. ശരി, അതെ, നിങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി ഉണ്ട്, പാഷൻ ഓൾറെഡി ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. പിന്നെ പ്രാക്ടീസാണ് ഇത്രയും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത്. പിന്നെ പേഷ്യൻസും ഇതൊക്കെ കൂടുമ്പോൾ നമുക്ക് അണ്ടർ പ്രോഫിറ്റ് വരുള്ളൂ. മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ബ്രഗുവിന്റെ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസും അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്താലേ അവകാശം നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. സോ പിന്നെ മുന്നോട്ട് എന്തായാലും സപ്പോർട്ട് ഉണ്ടാവുമല്ലോ, പുതിയ സ്ട്രാറ്റജി ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ ഞങ്ങൾ കൂടെ പറഞ്ഞു തരുമല്ലോ. അതെന്തായാലും ഉണ്ടാവൂലേ, അതിന് യാതൊരു സംശയമില്ല. സി അജിത് ഭായ്, നമസ്കാരം. നമസ്കാരം. അജിത് ഭായ്, എന്താണ് അജിത് ഭായിന്റെ എക്സ്പീരിയൻസ്? നമ്മളെ ക്ലാസ് തുടങ്ങിയതിനു ശേഷമുള്ളതല്ലേ? അതെ. ക്ലാസ് തുടങ്ങിയതിനു ശേഷം നല്ലൊരു എന്തോ ഇന്ററാക്റ്റീവ്, എല്ലാവരുമായിട്ട് നല്ലൊരു ഇതായിരുന്നു. നമ്മുടെ ആ ഒരു മാർക്കറ്റ് നമ്മൾ ഇതിനു മുമ്പ് സമീപിച്ചിരുന്ന രീതി മാറി. അതായത് നേരത്തെ നമ്മൾ എങ്ങനെ വെച്ചാല് മാർക്കറ്റ് നമ്മൾ എവിടെയെങ്കിലും കയറും, ബൈ ചെയ്യും. നമ്മള് കുറച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ കുറച്ചും കൂടി അടിത്തറ നമുക്ക് നല്ലൊരു അടിത്തറ കിട്ടി. പിന്നെ അതുപോലെ നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി പറഞ്ഞു, പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ലെവല് നല്ലൊരു രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇല്ല, അജിത് ഭായിന്റെ മറ്റേ പേടി ഉള്ള സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ടല്ലോ അല്ലേ? പേടി മാറി. കാരണം നമ്മൾ എവിടെയും ട്രേഡ് എടുത്തോണ്ടിരുന്ന നമുക്കിപ്പോ ട്രേഡ് എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. ആ ഒരു ലെവലായി. ഇനി നമ്മളിതിനൊക്കെ കൺസിസ്റ്റന്റ് നമ്മൾ ആ ഒരു എന്താ പറയാ, നമ്മൾ ആ ഒരു ഇതിന്റെ വർക്ക് ചെയ്തോണ്ടിരിക്കണം. നിരന്തരം ട്രൈ ചെയ്ത് ആ ഒരു ലെവലിൽ നമ്മൾ എത്തുക. അത് പെട്ടെന്ന് എത്താൻ പറ്റുന്ന സംഭവമല്ല. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അജിത് ഭായായിട്ടും പിന്നെ നമ്മ ഡെയിലി സംസാരിക്കാറുണ്ട്. സോ എനിവേ അജിത് ഭായിന്റെ കേസിൽ അജിത് ഭായ് ആയാലും ബ്രിഗു ആയാലും ആനന്ദ് ആയാലും ഇവരെല്ലാവരും, ആനന്ദിന് നല്ലപോലെ പേടിയുണ്ടായ ആൾക്കാരാണ്. സോ ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാനും പറ്റും. അജിത് ഭായ് ആയാലും കോമോഡിറ്റിയിൽ ട്രേഡ് ചെയ്യാനും തുടങ്ങി. സോ എനിവേ എന്താണ് പിന്നെ അജിത് ഭായിന്റെ പിന്നെ ഒരു അഭിപ്രായം? നമ്മള് അജിത് ഭായിന്റെ ഇനി സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റണ്ടില്ലേ? ഓപ്ഷൻ ട്രേഡ് ആയാലും
ആ ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ സ്ട്രാറ്റജി പറഞ്ഞു തന്ന മറ്റേ വോളിയം പ്രൊഫൈലിന്റെ രീതി ആയിരുന്നാലും നമ്മള് പിന്നെ നമ്മൾ എല്ലാം കൂടെ നമ്മളൊരു ഓവറോൾ ഇതാണല്ലോ, ഔട്ട്ലുക്ക് ആണല്ലോ മാർക്കറ്റ്. നമ്മളിപ്പം അതെ പിന്നെ അതെ ഒരു VWAP-ന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. നമ്മൾ പിന്നെ ഇതിന്റെ കൂടെ വർക്ക് ചെയ്യണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താല് നമുക്ക് അതിന്റെ നമ്മൾ ഒരു എൻട്രി എക്സിറ്റ് പോയിന്റ് നമ്മളത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കിട്ടുന്നതല്ല. അത് നമ്മള് ഈ നിരന്തരം ഞാൻ എല്ലാവരും പറയാറുണ്ട്, നമ്മള് എന്താ പറയാ, ഇവിടെ കുറച്ച് അറിവ് മാത്രമാണ് സമ്പാദിക്കേണ്ടത്. നമ്മള് എന്താ പറയാ, പഠിക്കാൻ വേണ്ടി ഡിഗ്രി പഠിക്കാനും MBA പഠിക്കാനൊക്കെ എന്താണ് അവിടം വരെ പഠിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇവിടെ എത്തിയത്. പക്ഷെ ഇവിടെ ഞാൻ ഓൾറെഡി നിങ്ങൾ ജോയിൻ ചെയ്യണ മുന്നേ പറയാറുണ്ട്, നമ്മള് യൂട്യൂബിൽ നിന്ന് ഒരു കഷ്ണം, ടെലിഗ്രാമിൽ നിന്ന് ഒരു കഷ്ണം അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഇത് നമുക്കൊരു കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, എന്തായാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും. മനസ്സിലായി? അപ്പൊ ഓൾറെഡി അജിത്തുമായിട്ടായിട്ടായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായി, എന്താ പറയാ, ഇതാണ് നമ്മളെ പ്രോബ്ലംസ്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറെ കഷ്ണങ്ങൾ പഠിച്ചിട്ട് നമുക്ക് ലോസ് ഉണ്ടാകുന്ന നേരത്തെ മാത്രമേ നമ്മൾ അറിയുള്ളൂ. ഇനി നമ്മൾ ലോസ് ഉണ്ടാകുമ്പോൾ മാക്സിമം അതിനുശേഷം നമ്മൾ ഈ പഠിത്തത്തെ കുറിച്ച് ചിന്തിക്കും. നമ്മൾ നേരത്തെ ഈ സ്കൂളിൽ പഠിച്ചാണ് നമ്മൾ ഓരോന്നിൽ എത്തിക്കൊണ്ടിരുന്നത്. ഇത് നേരെ നമ്മൾ ഈ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അതെ അതെ. ഇവിടെ എന്താ ചെയ്യണത്, ഇവിടെ കുറെ ലോസ് ഉണ്ടായി കഴിഞ്ഞിട്ട് ആ ലോസ് എത്തിക്കഴിഞ്ഞിട്ട് വിഷമേ നമ്മ അറിയുള്ളൂ ഇതാണ് സംഭവം, ഇതാണ് ഇഷ്യൂ എന്നുള്ള കേസുകളും അറിയണത്. പക്ഷെ എന്താ സംഭവിക്കണത്, നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് ആ ലോസ് ഒരുപാട് വരാൻ നിർത്ത് അതിന് മടുപ്പ് വരും. പക്ഷെ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മാർക്കറ്റിനെ പഴിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ മാർക്കറ്റിനെ പഴിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അറിയുന്നത് മാർക്കറ്റിനെ പഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അതെ 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 അതെ. സോ ഞാന് എന്താ പറയാ, ഈ നമ്മളെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നേരത്ത് എല്ലായിട്ടും ഒരു കമ്മിറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ഈ 1 മാസത്തിനകം നിങ്ങൾ സ്വന്തമായിട്ട് കോൾ എടുക്കും, ഒരു ഗ്രൂപ്പിൽ പോലും നിങ്ങൾ എത്തിപ്പെടണ്ടെന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് ഇപ്പൊ സാധിക്കണ്ടില്ലേ അജിത്ത് ഭായി? പിന്നെ തീർച്ചയായിട്ടും നമ്മൾ വേറെ കോൾ കണ്ട് നമ്മൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാനുള്ള ഒരു അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെ അതെ. വേറെ കോളും ഗ്രൂപ്പിലെ കോളും നമ്മൾ എടുക്കുന്നില്ല ഇപ്പൊ, മനസ്സിലായില്ലേ? ഇതിന് ജോയിൻ ചെയ്തതിനു ശേഷം നമ്മൾ മറ്റേ വേറെ എത്ര ഇനിയിപ്പോ ആരിട്ടാലും കോള് വേറെ ഗ്രൂപ്പിലുള്ള കോളൊന്നും അങ്ങനെ എടുക്കുന്നൊന്നുമില്ല. കാര്യം നമ്മള് പഠിച്ചു വെച്ചിട്ടുള്ള ഒരു ചാനൽ ബ്രേക്കൗട്ട് അല്ലെങ്കിൽ VWAP അത് വെച്ചിട്ട് ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന. പക്ഷെ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ചിലപ്പോൾ അവര് പറയുന്നത്. ചിലപ്പോൾ സക്സസ് ആവുമായിരിക്കും, പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു രീതിയിൽ മാത്രം നിൽക്കുന്നു. ഞാൻ പേഴ്സണലി അങ്ങനെ നിൽക്കുന്നുള്ളൂ. പിന്നെ എന്റെ ഭാഗത്ത് കുറെ ഇതുണ്ട്, ആ ഒരു മറ്റേ സമയമില്ലാത്തതിന്റെ കുറെ കുറവുകളുണ്ട്. എനിക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് അറിയാം. പക്ഷെ ആ കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. അതിന്റെ സമയമില്ലാത്തതിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. അല്ലാതെ നമുക്ക് ആ ഒരു പാഷന്റെ ആ ഒരു പ്രശ്നമൊന്നുമല്ല. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ലോസ് വരുത്തിച്ചിട്ട് ഇതിൽ കണ്ടിന്യൂ ചെയ്യില്ലായിരുന്നു. ആനന്ദ്, അതൊരു പ്രോബ്ലം അല്ല ആനന്ദ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായില്ലേ, എപ്പോഴും എന്താ പറയാ, ഏത് നേരത്തെ വിളിച്ചിട്ടുണ്ടെങ്കിലും ഈ ഹോണസ്റ്റ് അക്കാഡമിയിലെ ആൾക്കാർ, അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ ഹരിയേട്ടനോ നമ്മളെപ്പോഴും ഉണ്ടാവും. അത്രയും മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. ഓക്കെ. അപ്പൊ നിലവിലെന്താ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പാഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ക്രിയേറ്റ് ചെയ്യാം, പിന്നെ കുറച്ച് പേഷ്യൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇത് മാത്രം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു ഡെയിലി ഒരു 1000, 1500, 2000 നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. സോ ഇനി നമുക്ക് വിനുഭായി വന്നില്ലല്ലേ? ഹലോ, എത്തിയിട്ടില്ല. വിനുഭായിനൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചോക്കാൻ പറ്റും? മെസ്സേജ് അയക്കാനോ? ഓക്കെ, ഞാൻ അയക്കാം. ഞാൻ വാട്സാപ്പിൽ വിളിക്കുക പുള്ളിയെ. ആ കട്ട് ചെയ്തു കേട്ടോ. അപ്പം പുള്ളി വേറെ എവിടെ നിൽക്കുമായിരിക്കും ഇപ്പൊ.
ഓക്കെ, ബിനുഭായ്. എന്തുണ്ട്? ബിനുഭായ് നമസ്കാരം. നമ്മള് എല്ലാരും ഫീഡ്ബാക്ക് ഒക്കെ കഴിഞ്ഞു. ബിനുഭായിക്ക് എന്താണ് നമ്മളെ ഹോണസ്റ്റ് ഇപ്പൊ റെക്കോർഡിംഗ് ആണേ. ഓക്കെ, നമ്മളുടെ ബിനുഭായ് ഞാൻ ഈ ഒരു ട്രേഡിങ്ങിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ കഴിഞ്ഞ ഒരു 6 അല്ലെങ്കിൽ ഒരു 8 മാസത്തോളമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു സമയത്താണ് ഞാൻ അജ്മൽ ഭായിനെ മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ എന്താണ് അപ്പൊ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇതിന്റെ കുറെ കാര്യങ്ങൾ ടെക്നിക്കലി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ അജ്മൽ ഭായിനെ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചു. എന്റെ ഭാഗ്യം കൊണ്ട് ഞാനതിൽ നിങ്ങളോടൊപ്പം ഒരു ഭാഗമാകാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പൊ പിന്നെ അതിന്റെ ഭാഗമായിട്ട് ഹരിഭായി എന്ന് പറയുന്ന ഒരു പുലിനെ പരിചയപ്പെടാൻ സാധിച്ചു. അങ്ങനെ നമ്മള് കുറെ നല്ല രീതിയിലുള്ള കുറെ ടെക്നിക്കൽ കാര്യങ്ങൾ ഹരിഭായിയുടെ ഒക്കെ ആണെങ്കിലും അജ്മൽ ഭായിയുടെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ, അവര് രാപകലില്ലാതെ എന്റെ സഹപാഠികളുടെ പുറകെ നടന്നിട്ടാണ് ഇത് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം, ഒരു എഫേർട്ട്. അതിന് ഞാൻ ഒരു വലിയൊരു ഒരു കയ്യടിയും ഒരു അഭിനന്ദനവും അറിയിക്കുകയാണ് കേട്ടാ. നിങ്ങൾ നല്ല രീതിയിൽ നമുക്ക് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഇതിന്റെ അകത്ത് ഞങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ എന്തായാലും ഞങ്ങളുടെ മനസ്സിൽ എന്റെ ആയാലും പൃഥ്വിന്റെ ആയാലും അനന്തുന്റെ ആണെങ്കിലും മൈൻഡിൽ ഇത് വളരെയധികം താല്പര്യമുള്ള ആൾക്കാരായത് കൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത്. പക്ഷെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ടിട്ട് നമുക്ക് ഫുൾ ടൈം ആയിട്ട് ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റിയിട്ടില്ല. എന്നിരുന്നാലും ഇത് ഇത് കീപ്പ് ഓൺ ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഞങ്ങളും. അപ്പോ നിങ്ങള് തീർച്ചയായിട്ടും ഇനിയും നിങ്ങളുടെ പല കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഗൈഡൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഹരിച്ചേട്ടാ അജ്മൽ ഭായ്, ഒരു 30-40 വർഷത്തേക്ക്.